ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയെ മരിച്ച ശേഷം കെത്തൂറ എന്ന വേറൊരു സ്ത്രീയെ ഭാര്യയായി എടുത്തതായിട്ട് പറയുന്നുണ്ട്. ഉൽപ്പത്തി 25 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെത്തൂറ എന്ന് പേർ. ഉൽപ്പത്തി 25 അധ്യായം 1-2 വാക്യങ്ങൾ. അബ്രഹാം മൂന്നാമതായി വേറൊരു സ്ത്രീയെ ഭാര്യയെ എടുക്കാൻ എന്താണ് കാരണമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. മാത്രമല്ല, കെത്തൂറ അബ്രഹാമിന്റെ ഭാര്യയായിരുന്നോ അത് വെപ്പാട്ടിയായിരുന്നോ എന്നും നമുക്ക് നോക്കാം. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതെന്താ വെപ്പാട്ടി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ആവർത്തന പുസ്തകത്തിൽ കെത്തൂറയെ അബ്രഹാമിന്റെ വെപ്പാട്ടി എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിന്റെ വെപ്പാട്ടിയായ കെത്തൂറയുടെ പുത്രന്മാർ സിമ്രാൻ, യോക്ലാൻ, മദോൻ, മിഥിയാൻ, ഇഷ്ബാക്, ഷൂവഹ് എന്നിവരെ അവൾ പ്രസവിച്ചു. 1 ദിനവൃത്താന്തം 1:32 വാക്യം. അവരുടെ പേരുകൾ ഇസ്രായേൽ ദേശത്തിലും അറേബ്യൻ പെനിൻസുലയിലും വസിച്ചിരുന്ന ആളുകളുടെ കൂട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പല വ്യാഖ്യാതാക്കളും കെത്തൂറ ഹാഗാർ ആണോ അതോ മറ്റേതെങ്കിലും സ്ത്രീയാണോ എന്ന് വാദിക്കുന്നവരുണ്ട്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം പറയുന്നതനുസരിച്ച് കെത്തൂറയും ഹാഗറും അബ്രഹാമിന്റെ വെപ്പാട്ടികളാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. അബ്രഹാമിന്റെയും കെത്തൂറയുടെയും കുടുംബവംശം നോക്കിയാൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ കെത്തൂറയിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സുഗന്ധവർഗ്ഗങ്ങൾ, സ്വർണം തുടങ്ങിയ വസ്തുക്കൾ വ്യാപാരം ചെയ്തിരുന്നെന്ന് മനസ്സിലാകും. കെത്തൂറ എവിടെ ജനിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അബ്രഹാമിന്റെ ഭാര്യയായ സാറയെക്കുറിച്ചും ഈജിപ്ഷ്യൻ സ്ത്രീയായ ഹാഗർ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്നുണ്ട്. മറുവശത്ത് കെത്തൂറ വളരെ നിഗൂഢമായി തന്നെ തുടരുന്നു. അവളെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും തന്നെയില്ല. കെത്തൂറ ഹാഗർ അല്ല എന്ന് തർക്കം തീരുന്നത് ഉൽപ്പത്തി 25 അധ്യായത്തിലെ വാക്കുകളിൽ നിന്നാണ്. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. ഉൽപ്പത്തി 25 അധ്യായം 6 വാക്യം. അബ്രഹാമിന് 1-ൽ കൂടുതൽ വെപ്പാട്ടിമാർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെപ്പാട്ടികൾ എന്ന് വചനം പറയുന്നത്. സാറ മരിച്ച ശേഷം എന്തിനാണ് വേറൊരു വെപ്പാട്ടിയും കൂടെ എടുത്തതെന്നും എന്തിനാണ് അവളിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതെന്നും വിവരിക്കുന്ന പല വ്യാഖ്യാനങ്ങളുണ്ട്. ആദ്യ വ്യാഖ്യാനം മനസ്സിലാക്കാൻ അബ്രഹാം തന്റെ പുത്രന്മാർക്ക് അനുഗ്രഹങ്ങളും സമ്മാനങ്ങളും കൊടുക്കുന്ന വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങാം. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കിൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. ഉൽപ്പത്തി 25 അധ്യായം 5-6 വാക്യങ്ങൾ. വചനം പറയുന്ന അനുസരിച്ച് അബ്രഹാം കെത്തൂറയിലൂടെ മക്കൾ ജനിപ്പിച്ച ശേഷം മാത്രമാണ് എല്ലാ സ്വത്തുക്കളും ഇസഹാക്കിന് കൊടുത്തത്. കെത്തൂറയുടെ മക്കൾക്കോ സമ്മാനങ്ങൾ കൊടുത്ത് അവരെ പറഞ്ഞുവിട്ടു. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, കെത്തൂറയുടെ മക്കൾ ജനിക്കുന്നതിന് മുമ്പ് അബ്രഹാം തനിക്കുള്ളതെല്ലാം ഇസഹാക്കിന് കൊടുക്കാത്തതിന്റെ കാരണം എന്താണ്? ഇങ്ങനെ കാത്തിരിക്കണമെങ്കിൽ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ കണ്ടെത്താൻ ഒരുപാട് ശ്രമിച്ചു. ഇസഹാക്ക് അവളെ തന്റെ അമ്മയായ സാറയുടെ കൂടാരത്തിൽ കൊണ്ടുപോയി. അവൻ റബേക്കയെ പരിഗ്രഹിച്ചു. അവൾ അവന് ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഇങ്ങനെ ഇസഹാക്കിന് തന്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായം 67 വാക്യം. ബൈബിൾ പറയുന്ന സംഭവകഥ അനുസരിച്ച് ഒരുപാട് വർഷങ്ങൾ റബേക്കയ്ക്ക് കുട്ടികളില്ലായിരുന്നു. അബ്രഹാം ഒരുപാട് വിഷമിച്ചു. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ വിഷമം അബ്രഹാമിന് അറിയാം. അതുകൊണ്ട് തന്നെ തന്റെ സന്തതി നിന്നുപോകുമോ എന്ന് പേടിച്ചു. റബേക്കയ്ക്കും ഇസഹാക്കിനും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ലേ എന്നുള്ള പേടിയിൽ ഒരു ബാക്കപ്പ് പ്ലാൻ പോലെയാണ് കെത്തൂറയെ ഭാര്യയായി എടുത്തത്. അവളിൽ നിന്ന് എത്രത്തോളം കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചു. അഥവാ റബേക്കയ്ക്ക് ഇസഹാക്കിലുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടായാൽ കുടുംബസന്തതി അതിൽ തുടരും. ഒരുപക്ഷെ റബേക്കയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കെത്തൂറയുടെ മക്കളിലൂടെ സന്തതി തുടരും. അബ്രഹാം കെത്തൂറയെ 140 വയസ്സിലാണ് ഭാര്യയായി എടുക്കുന്നത്. ഇസഹാക്ക് റബേക്കയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അബ്രഹാം കെത്തൂറയെ വിവാഹം കഴിക്കുന്നത്. റബേക്കയ്ക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്ന ഈ 20 വർഷത്തിന്റെ ഇടയിലാണ് അബ്രഹാമിന് കെത്തൂറയിലൂടെ എല്ലാ കുഞ്ഞുങ്ങളും ജനിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് തന്റെ കുടുംബ പാരമ്പര്യം എങ്ങനെ തുടരുമെന്ന് അറിയാത്തതുകൊണ്ട് അബ്രഹാം എല്ലാ സമ്പത്തും അവന്റെ പക്കൽ തന്നെ വെച്ചിരുന്നു. ആർക്കും തന്നെ വീതിച്ചു കൊടുത്തിരുന്നില്ല. ശേഷം റബേക്ക ഗർഭിണിയായി ഏശാവും യാക്കോബും ജനിച്ചു. അതിനുശേഷമാണ് അബ്രഹാമിന് ഉറപ്പ് കിട്ടിയത് ഇസഹാക്ക് തന്നെയാണ് അവന്റെ സന്തതിയെ തുടർന്ന് കൊണ്ടുപോകുന്നതെന്ന്. അതിനുശേഷം തന്നെയാണ് തനിക്കുള്ളതെല്ലാം ഇസഹാക്കിന് കൊടുക്കുകയും മറ്റെല്ലാവരെയും അവന്റെ അടുക്കൽ നിന്ന് പറഞ്ഞയക്കുകയും ചെയ്തത്. എന്നാൽ ഇസഹാക്കിലൂടെ തനിക്കുള്ള സന്തതി തുടരുമെന്ന് ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ അബ്രഹാം ചോദ്യം ചെയ്തത് എന്തുകൊണ്ട്? ഹാഗറിനെയും ഇസ്മായേലിനെയും പറഞ്ഞയക്കുന്ന സമയത്താണ് ഈ വാഗ്ദത്തം അബ്രഹാമിനോട് ചെയ്തത്. അതിനുശേഷം ഇസഹാക്ക് ഏകദേശം ബലിയാക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഇസഹാക്ക് ഏകദേശം ബലിയാക്കപ്പെടുന്ന ഈ സംഭവം സത്യത്തിൽ ദൈവിക വാഗ്ദത്തം ചിലപ്പോൾ വേറെ ആയിരിക്കാം എന്ന് ഒരു അബ്രഹാം ചിന്തിച്ചു കാണും. മറിച്ച് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും വളരെ കുറച്ചു മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വാഗ്ദത്തമാണ് ഇസഹാക്കിനെ കുറിച്ചുള്ളത്. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. ഉൽപ്പത്തി 22:17 വാക്യം. വേറൊരു ഭാര്യയുടെ മകന് ഇങ്ങനെ വേറൊരു വാഗ്ദത്തം കൊടുക്കുന്നത് വചനത്തിൽ കാണാം. അതിൽ ദൂതൻ ഹാഗാറിന് പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു,
അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തന്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും എന്ന് അരുളി ചെയ്തു. ഉൽപ്പത്തി 16:12 വാക്യം. സ്വഭാവത്തിൽ ഇശ്മായേലിനെ പോലുള്ള കുറെ മക്കളെ തനിക്ക് ആവശ്യമാണെന്ന് അബ്രഹാം മനസ്സിലാക്കി. അവൻ തന്റെ എല്ലാ മക്കളെയും സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചതുപോലെ, യാക്കോബ് എല്ലാ മക്കളെയും അനുഗ്രഹിച്ചതുപോലെ ഇസഹാക്കാണ് എന്റെ പിൻഗാമി എന്ന് അനുഗ്രഹിച്ചതായി നമുക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല. ഇസഹാക്ക് ഒഴികെ അബ്രഹാമിന്റെ ബാക്കി പുത്രന്മാർക്കെല്ലാം പൊതുവായ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അവർ രാഷ്ട്രങ്ങൾ രൂപീകരിക്കാതെ ഗോത്ര സമൂഹങ്ങളായി തന്നെ ജീവിച്ച് മരുഭൂമിയിൽ അലഞ്ഞു തിരിയുമായിരുന്നു. അവന്റെ കൈ എല്ലാവർക്കും വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും എന്ന് ദൂതൻ പ്രഖ്യാപിച്ചിരുന്നു. അതായത് ലോകത്തിന്റെ പുനരധിവാസത്തിലും അതിന്റെ തിരുത്തലിലും അവൻ പങ്കാളിയാകില്ല. ഇഷ്മായേൽ മരുഭൂമിയിൽ ഒറ്റയ്ക്കായിരിക്കില്ല, ഒരു വിശാലമായ കുടുംബത്തിലായിരിക്കുമെന്ന് വാക്യം ഊന്നി പറയുന്നുണ്ട്. കൂടാതെ അവന്റെ എല്ലാ സഹോദരന്മാർക്കും എതിരായി അവൻ വസിക്കും. ഇഷ്മായേലിന്റെ ജീവിതത്തെക്കുറിച്ച് അബ്രഹാമിനെയും അറിയിച്ചു. അതിനുശേഷം അബ്രഹാം ദൈവത്തോട്, ഇഷ്മായേൽ ജീവിച്ചിരുന്ന് എന്റെ പരമ്പര തുടർന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് ദൈവം പറഞ്ഞത്, ഇഷ്മായേലിനെ കുറിച്ചും ഞാൻ നിന്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. ഞാൻ അവനെ അനുഗ്രഹിച്ച് അത്യന്തം സന്താനപുഷ്ടിയുള്ളവനാക്കി വർദ്ധിപ്പിക്കും. അവൻ 12 പ്രഭുക്കന്മാരെ ജനിപ്പിക്കും. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും. ഉൽപ്പത്തി 17:20 വാക്യം. അങ്ങനെ ഇഷ്മായേലിന്റെ സന്തതി ഒരു രാജ്യമായി, ഒരു രാജാവിന്റെ നേതൃത്വത്തിലുള്ള രാജ്യങ്ങളായല്ല, ഗോത്ര സമൂഹങ്ങളായി തന്നെ വസിക്കും. ഇഷ്മായേലിൽ ഈ പ്രവചനങ്ങളെല്ലാം നിറവേറി. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ പാരാൻ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ മിസ്രൈം ദേശത്ത് നിന്ന് അവനൊരു ഭാര്യയെ കൊണ്ടുവന്നു. ഉൽപ്പത്തി 21:20-21 വാക്യങ്ങൾ. അതുകൊണ്ട് കെത്തുറയുടെ മക്കളെ പിന്നീട് അബ്രഹാം കിഴക്കൻ മരുഭൂമിയിലേക്ക് അയച്ചു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസഹാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. ഉൽപ്പത്തി 25:6 വാക്യം. കെത്തുറയുടെ പുത്രന്മാർ അവരുടെ സഹോദരനായ ഇഷ്മായേലിന്റെ കൂടെ ചേർന്നു. കെത്തുറയുടെ പുത്രന്മാരിൽ ഒരാളായ മിദിയാൻ ഇസ്രായേൽ രാഷ്ട്രത്തിന് തുടക്കമിടുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവസാനം ഇഷ്മയേലും മിദിയാനും ഇടകലർന്ന് ഒരു രാഷ്ട്രമായി. അതിനുശേഷം കെത്തുറയുടെ എല്ലാ മക്കളും ഇഷ്മയേലിനെ പോലെ ജീവിച്ചു. അതുകൊണ്ടാണ് മിദ്യാനിയരുടെ മക്കളെ ഇഷ്മായേലിയർ എന്ന് വിളിക്കുന്നത്. ബൈബിൾ പ്രകാരം കെത്തുറയുടെ പുത്രന്മാർക്ക് മാത്രമേ പരിശോധന ഏൽക്കേണ്ടി വന്നിട്ടുള്ളൂ. ഗിദെയോന്റെ യുദ്ധസമയത്ത് കെത്തുറയുടെ പുത്രന്മാർ ജനിച്ച് ഒരുപാട് തലമുറകൾക്ക് ശേഷം മിദ്യാനിയർ ഇസ്രായേലുമായി യുദ്ധം ചെയ്തു. ഗിദെയോൻ മിദ്യാനിയരുടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന സമയത്ത് അവരുടെ ഭാഷ മനസ്സിലായി. അതായത് അവരുടെ ഭാഷ ഇസ്രായേലിൻ്റെതുപോലെയായിരുന്നു. കെത്തുറയുടെ പുത്രന്മാർ സവിശേഷതയുള്ളവരും ഇസ്രായേലിന്റെ വിശുദ്ധിയുമായി നല്ല ബന്ധമുള്ളവരാണ്. അത് അവരുടെ സ്വഭാവവും വിശ്വാസവും മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. യോസഫിനെ വിൽക്കുന്ന ആ സംഭവകഥയിൽ നമുക്ക് അവരെ കാണാൻ കഴിയും. മിദ്യാന കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇഷ്മായേലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഉൽപ്പത്തി 38:28 വാക്യം. അവരുടെ പേരും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. മിദ്യാനിയരുടെ കൊള്ളയെക്കുറിച്ചുള്ള ഗിദെയോന്റെ സംഭവകഥയിൽ, നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അവർ ഇഷ്മായേലിയരായതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു. ന്യായാധിപന്മാർ 8:24 വാക്യം. ഒരു ആദിവാസി ജീവിതം. മരുഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് ഒരു വീടും മുന്തിരിത്തോട്ടവുമുള്ള എല്ലാം സുരക്ഷിതമായിരിക്കുന്ന ഒരു ജീവിതമല്ല. അത് അലഞ്ഞു തിരിയുന്നതും ക്ഷീണിച്ച് തളരുന്നതുമായ ഒരു ജീവിതമാണ്. അബ്രഹാമിന്റെ മക്കളിൽ ഇസഹാക്ക് ഒഴികെ ബാക്കി എല്ലാവരും ഈ ജീവിതമാണ് തിരഞ്ഞെടുത്തത്. അബ്രഹാമിന്റെ ജീവിതവും അലഞ്ഞു തിരിയുന്നതായിരുന്നല്ലോ. സ്വന്തം ഗോത്രമല്ല, അനേകം രാജ്യങ്ങളുടെ പിതാവെന്ന നിലയിൽ അബ്രഹാമിന് എല്ലാ സൃഷ്ടികളുമായും അത് എവിടെയായിരുന്നാലും ശരി അവയുമായും ശക്തമായ ബന്ധം തോന്നി. അതുകൊണ്ട് അവൻ ഒരു സ്ഥലത്ത് താമസിക്കാതെ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരുന്നു. അവൻ യാത്ര ചെയ്ത പ്രധാന വഴികൾ ഇതായിരുന്നു. ഊരിൽ നിന്ന് ഹാരാനിലേക്ക് ഏകദേശം 1000 കിലോമീറ്റർ ഉണ്ട്. ഹാരാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അതും ഏകദേശം 1000 കിലോമീറ്റർ ഉണ്ട്. ഇസ്രായേൽ ദേശത്ത് നിന്ന് പിന്നെയും ഹാരാനിലേക്ക്, ഹാരാനിൽ നിന്ന് ഷേഖേമിലേക്ക്, ഷേഖേമിൽ നിന്ന് ബഥേലിലേക്ക്, ബഥേലിൽ നിന്ന് ഈജിപ്തിലേക്ക്, ഈജിപ്തിൽ നിന്ന് ബഥേലിലേക്ക്, ബഥേലിൽ നിന്ന് ഹെബ്രോണിലേക്ക്, പിന്നീട് ദാനിലെ യുദ്ധം, ദാനിൽ നിന്ന് ഹെബ്രോണിലേക്ക്, ഹെബ്രോണിൽ നിന്ന് ഗരാറിലേക്ക്, ഗരാറിൽ നിന്ന് ബെർഷബയിലേക്ക്, ബെർഷബയിൽ നിന്ന് തിരിച്ച് ഹെബ്രോണിലേക്ക്. അബ്രഹാം അതിരുകൾ കടന്ന് ഒരുപാട് രാജ്യങ്ങൾ യാത്ര ചെയ്തു. അതാണ് അവന്റെ വിളിയെന്ന് അവൻ വിശ്വസിച്ചു. ഈ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജീവിതശൈലി അബ്രഹാമിന്റെ മക്കളുടെ ജീവിത മാർഗമായി മാറി. കെത്തുറയുടെ മക്കൾ പോലും അങ്ങനെയായിരുന്നു. ഒരു പ്രത്യേക സമ്പ്രദായത്തിൽ കെട്ടിപ്പടുക്കാൻ, തങ്ങളെ തന്നെ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് ഈ ജീവിത രീതി തിരഞ്ഞെടുത്തു. കെത്തുറയുടെയും ഇഷ്മയേലിന്റെ മക്കളും നാടോടി ജീവിതമാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. കാരണം അവർ തങ്ങളുടെ സമ്പാദ്യ നിമിത്തം ഒരു വീട്ടിലോ നഗരത്തിലോ ഒതുങ്ങിക്കൂടാൻ അവർ ആഗ്രഹിച്ചില്ല. അത് കെത്തുറയുടെ മക്കളുടെ മേൽ നിർബന്ധിക്കപ്പെട്ടതുമല്ല, അത് അവർ തന്നെ തിരഞ്ഞെടുത്തതായിരുന്നു. നഗരത്തിൽ ജീവിക്കുന്നവർ അവരുടെ സ്വത്തിനും അവകാശങ്ങൾക്കും അടിമപ്പെട്ടിരിക്കുന്നത് കണ്ടതുകൊണ്ട് അത് അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കാട്ടിൽ ജീവിക്കുന്നത് അവരുടെ സ്വാതന്ത്ര്യം കാത്തു സൂക്ഷിക്കാൻ അവരെ സഹായിച്ചു. അവന്റെ കൈ എല്ലാവർക്കും, എല്ലാവരുടെ കൈ അവനും എതിരായിരിക്കും എന്നതിന്റെ ആശയം അവനുള്ള വിപുലീകരിച്ച ജീവിതത്തെയാണ് കാണിക്കുന്നത്.
അത്തരമൊരു ജീവിതത്തിന്റെ ഫലമായി അബ്രഹാമിന്റെ സാർവത്രികത സംരക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ കാണുന്നത് മിഥ്യാനിയർ ഗിദിയോന്റെ കാലത്ത് ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് അത് അവരെ മോഷ്ടിക്കാനോ അല്ലെങ്കിൽ കൊള്ളയടിക്കാനോ അല്ല, ആഴത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ വിയോജിപ്പിൽ നിന്നാണ് ആ പ്രശ്നമുണ്ടായത്. മിദ്യാനിയരുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അബ്രഹാമിന്റെ സന്തതികൾ, അതായത് ഇസ്രായേലിയർ, അബ്രഹാമിന്റെ പാതയിൽ നിന്ന് മാറിപ്പോയി. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ പുത്രന്മാരായ ഇഷ്മായേലിയരാണ് അവന്റെ യഥാർത്ഥ സന്തതികളായിരുന്നത്. അബ്രഹാം കെത്തൂറയുടെ മക്കളെ ഇസഹാക്കിന്റെ അടുത്തു നിന്ന് അയച്ചപ്പോൾ അവൻ ഒരു പ്രത്യേക ദേശത്ത് പോയി താമസിക്കുക എന്നൊരു സ്ഥലം കൊടുത്തില്ല, മറിച്ച് കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. ഇത് ഒരു പ്രത്യേക സ്ഥലത്തെ പരാമർശിക്കുന്നില്ല, മറിച്ച് അലഞ്ഞു തിരിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവർ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാതെ ജനവാസമില്ലാത്ത വിശാലമായ പ്രദേശങ്ങളിലൂടെ അലഞ്ഞു നടക്കുമെന്ന് അബ്രഹാമിന് അറിയായിരുന്നു. അതുകൊണ്ടാണ് ബൈബിൾ കിഴക്ക് ദേശത്തേക്ക് എന്ന് ഒരു പൊതുദിശയെ സൂചിപ്പിക്കുന്നത്, അല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്തെയല്ല. ഗിദിയോനുമായുള്ള പോരാട്ടത്തിൽ മിദ്യാനിയർ ഇസ്രായേലിനെ നേരിട്ടപ്പോൾ സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ ദേശവുമായി ബന്ധപ്പെട്ട ഒരു പുരാതന പ്രദേശങ്ങളിൽ നിന്ന് അവർ സമീപിച്ചു. മിദ്യാനിയരോട് ചെയ്തതുപോലെ അവരോട് ചെയ്യണമേ. കീശം തോട്ടിൽ വെച്ച് സീദോനിയരോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവർ എന്തോറിൽ വെച്ച് നശിച്ചുപോയി. അവർ നിലത്തിന് വളമായി തീർന്നു. സങ്കീർത്തനങ്ങൾ 83:9-10 വാക്യങ്ങൾ. ഗിദെയോന്റെ അധിനിവേശ കാലത്തെ പ്രവർത്തനത്തിൽ അവർ വിജയിച്ചിരുന്നെങ്കിൽ അവർക്ക് ദൈവത്തിന്റെ വാഗ്ദത്തം അവകാശമായി ലഭിക്കുമായിരുന്നെന്ന് വ്യക്തമാണ്. ഈ പിടിച്ചടക്കലെല്ലാം അവസാനിച്ചത് ആ ദേശത്തിന്റെ നാശത്തിലാണ്, അതിന്റെ നിർമ്മാണത്തിലല്ല. ഇസ്രായേൽ ദേശത്ത് നാടോടികളായി ജീവിതം നയിക്കുക എന്നത് അവരുടെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ദേശം തുടർച്ചയായി അലഞ്ഞു നടന്ന അബ്രഹാമിനെ അനുകരിക്കാൻ അവർ ആഗ്രഹിച്ചു. മിദ്യാനെതിരെയുള്ള ഇസ്രായേൽ യുദ്ധം സത്യം വെളിപ്പെടുത്തുന്നു. മിദ്യാനിയർക്ക് ധാരാളം സ്വത്തുണ്ടായിരുന്നു, അതായത് ഒടുവിൽ അവർ ഭൗമിക വസ്തുക്കളിൽ മുറുകെ പിടിച്ചു. ഇസ്രായേലിയർക്കോ സമ്പത്ത് വളരെ കുറവായിരുന്നു. അബ്രഹാം 175 വയസ്സിൽ മരിച്ചു. ഇഷ്മായേലും ഇസഹാക്കും അവനെ അടക്കി. എന്നാൽ കെത്തൂറയുടെ മക്കൾ അടക്കുന്ന സമയത്ത് ഇല്ലായിരുന്നു. ചിലപ്പോൾ ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്തായതുകൊണ്ട് അപ്പന്റെ മരണവിവരം അറിഞ്ഞു കാണാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വന്ന് അന്ത്യോപചാരം ചെയ്ത് കാണാനും സാധ്യതയുണ്ട്. എന്നാൽ അത് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.